Praise the Lord. Praise the Lord. ദൈവനായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഇങ്ങനൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവിടുത്തെ കർത്തൃദാസനോടും സഭയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു, എനിക്ക് ഇങ്ങനെ അവസരം തന്നതിൽ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യാക്കോബിന്റെ ലേഖനം 5:17 വാക്യം വായിക്കാം. യാക്കോബ് 5:17 വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഈ ഒരു ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് ഈ സമയത്ത് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ദൈവമേ, എന്നോട് ഹൃദ്യമായി സംസാരിക്കണം. നമ്മൾ ഈ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ച് ആരാധിച്ച് മടങ്ങി പോകുകയല്ല, ദൈവത്തിന് ഇമ്പമുള്ള ശബ്ദം കേട്ട് ദൈവത്തിന്റെ ബലം പ്രാപിച്ചു പോകുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം ഉടനീളം നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ജീവിത നൈരാശ്യം വരുന്ന അനേക ഭക്തന്മാരെ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ ജീവിത നൈരാശ്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ യാത്രയ്ക്കകത്ത് നമുക്ക് വലിയ ഭാരങ്ങൾ, വലിയ വിഷമങ്ങൾ വരുമ്പോൾ ദൈവം ഇനിയും എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ഇനി എന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ് എന്ന ചിന്ത നമ്മളെ ഭാരപ്പെടുത്തും. പലപ്പോഴും നമ്മൾ അത് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും അത് നമ്മുടെ അകത്ത് കിടന്ന് പലപ്പോഴും നീറാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യോന എന്ന പ്രവാചകൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങന്റെ ഈ ജീവനെ എടുത്തോ. അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ഭക്തനെ കുറിച്ചും കാണുന്നു. മോശ എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, താൻ ദൈവത്തോട് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച മനുഷ്യൻ. പക്ഷെ ഇസ്രായേലുമായി താൻ മുന്നോട്ട് പോകുമ്പോൾ ആ ഭാരത്തിന്റെ നടുവിലും താൻ പ്രാർത്ഥിച്ചു, ദൈവമേ മതി, എനിക്ക് മതി. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിന്റെ അകത്ത് ചിലപ്പോഴൊക്കെ പലവിധമായ വിഷയങ്ങൾ, ഇന്നതെന്നില്ല, പലവിധമായ വിഷയങ്ങൾ, ഓരോ പേർക്കും വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കാം. ആ വിഷയത്തിന്റെ നടുവിൽ ദൈവം എനിക്ക് ഇനിയും പറ്റത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയമുണ്ട്. പക്ഷെ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചില ഭാരങ്ങളോട് ദൈവം ഇടപെടട്ടെ. നമ്മൾ ഒരുമിച്ച് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ വചനം നമ്മളെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഒരു പുതിയൊരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് ഈ ദൈവവചനം ധ്യാനിക്കാം. നമ്മൾ വായിച്ചത് ഏലിയാവ് എന്ന മനുഷ്യനെ കുറിച്ചാണ്. നമ്മൾ ഈ ഏലിയാവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1 രാജാക്കന്മാർ 17 തൊട്ട് 19 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ ഏലിയാവിനെ കാണുന്നത്. തന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അഹാബ് എന്ന രാജാവ് ഇസ്രായേലിനെ ഭരിക്കുന്ന സമയത്ത് താൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്തത് കണ്ട് ദൈവം ഈ പ്രവാചകനെ അഹാബിന്റെ അടുത്ത് അയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ക്ഷാമം വരാൻ പോകുകയാണ്. എന്നെ ഏറെ ചിന്തിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ? ഒരുപക്ഷെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചാൽ മോശ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ക്യാരക്ടറിൽ ഒന്നാണ് ഏലിയാവ്. പക്ഷെ തന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് അറിയാമോ? ഒരു വലിയ ക്ഷാമത്തിന്റെ നടുവിൽ. അങ്ങനെയെങ്കിൽ ഇന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ക്ഷാമം നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല. ഈ ലോകം ഒരുപക്ഷെ നമ്മളെ നോക്കി പറയും, ഈ ക്ഷാമത്തിൽ നമ്മൾ കയറി വരത്തില്ല, ഈ ക്ഷാമം നമ്മളെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ എന്നെയും നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാവിലെ ഈ ബോധ്യത്തോടെ ഈ ദൈവവചന ധ്യാനത്തിന്റെ മുന്നിൽ നമുക്കൊന്ന് ഇരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ചില വേദനകൾ കാണും. ഇനി മുന്നോട്ട് ക്ഷാമമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷെ ഈ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ക്ഷാമത്തിന്റെ നടുവിൽ ഒരു ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ അതുപോലെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു കാലഘട്ടത്തെ ദൈവം തെരഞ്ഞെടുക്കുകയാണെന്നൊരു ബോധ്യത്തോടെ ഈ വചനത്തിന്റെ മുന്നിലായിരിക്കാം. നമ്മൾ ഈ വചനം പിന്നെ വായിച്ചു വരുമ്പോൾ ക്ഷാമം വന്നിട്ട് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തോട്ടത്തിലോട്ട് പോവാ, അവിടെ ഞാൻ നിനക്ക് വേണ്ടി കരുതും. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ദൈവം ഏലിയാവിനെ അയക്കുമ്പോൾ നിശ്ചയമായിട്ടും ക്ഷാമമാണ്. നമ്മളും ചോദിക്കുന്ന പോലെ ഏലിയാവ് ചോദിച്ചു കാണും, എന്നെ ആര് കരുതും? കാരണം ക്ഷാമമാണ്, മുന്നോട്ട് എങ്ങനെയാണ്? പക്ഷെ എന്റെ ദൈവം പറയാണ്, കുഞ്ഞെ നിനക്ക് വേണ്ടി ഞാൻ കാക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷാമം വരുമ്പം നമ്മുടെ ഹൃദയത്തിലെ രണ്ടാമത്തെ ഭാരം എന്താണെന്നറിയോ? നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളവരും ക്ഷാമത്തിൽ കൂടെ പോകുകയാണ്. അത് നമ്മളെ വേദനിപ്പിക്കും. കാരണം അപ്പോൾ നമ്മൾ പറയുന്നത്, മറ്റേതായിരുന്നെങ്കിൽ അവരെങ്കിലും സഹായിച്ചിരുന്നേ. ഇതിപ്പോ അവർക്കും പറ്റത്തില്ല, മനസ്സിലാത്തത് കൊണ്ടല്ല, പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെയും നിങ്ങളുടെ ഇടയൻ വലിയവനായ ദൈവമാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ ചിന്തിക്കാത്തത് കരുതുവാൻ ഇന്നും എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഈ ഭാരത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. നിങ്ങൾക്ക് വേണ്ടി കാക്കകളെ ദൈവം അയക്കട്ടെ. നിങ്ങൾ അറിയാത്ത വഴികൾ തുറക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത വഴികൾ ദൈവം തുറന്നു വരട്ടെ. ഇന്ന് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ, എന്റെ ആശ്രയം ഇന്നലെ വരെ ആശ്രയിച്ചവരിലല്ല, എന്റെ ആശ്രയം ദൈവത്തിലാണ്. ഇനി നമ്മൾ ഭാഗം വായിച്ച് താഴോട്ട് വരുമ്പോ നമ്മൾ കാണുന്നത്, ഈ കെരീത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ ദൈവം വെള്ളം വറ്റിച്ചു കളഞ്ഞു. ദൈവം പലപ്പോഴും നമുക്ക് വഴികൾ തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത, ദൈവമല്ലേ തുറന്നത്, പറ്റും അല്ലെ? പക്ഷെ വചനം പറയുന്നു, ദൈവം പറഞ്ഞയച്ച സ്ഥലത്തിൽ അത് വറ്റി. ഇത് ദൈവം വറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ ദൈവം ആ വഴി തുറന്നതെങ്കിൽ ഇനി പറ്റത്തില്ലെന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ഒരു ആശ്വാസം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും ഈ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ സമാധാനത്തോടെ ഇരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയാമോ? തന്റെ പുത്രനെ പോലെ ഞാനും നിങ്ങളും ആയി വരേണ്ടതിന് ചില വഴികൾ അടഞ്ഞെന്ന് വരും, ചിലത് പറ്റിയെന്ന് വരും. പക്ഷെ അതിന്റെ നടുവിലും ദൈവം എന്നെയും നിങ്ങളെയും കാണിക്കുന്നുണ്ട്, കുഞ്ഞെ, ഞാൻ നിന്നെ പുത്രനെ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ തളർന്നു പോകരുത്, അതുകൊണ്ട് നിനക്ക് വിഷമം വരരുത്. പക്ഷെ പറ്റിയാലും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സാറഫാത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഭാഗം വായിച്ചാൽ നമ്മൾ കാണുന്നത്, ദൈവം പറയാണ്, ആ പറച്ചില് കേട്ടാൽ നമുക്ക് തോന്നിപ്പോവും എന്നെ പറഞ്ഞു വെച്ചിരിക്കണം. പക്ഷെ അവിടെ ചെല്ലുമ്പോ വിധവ പറഞ്ഞു, ഇനി എനിക്ക് കഴിച്ചിട്ട് മരിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിരിക്കുക, അതായിരിക്കും ദൈവം അങ്ങനൊരു കാര്യം പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം എന്നോടും നിങ്ങളോടും ഒരു വാക്ക് പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പുകൾ എടുത്താൽ, അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും ആ വഴി തുറന്നില്ലെങ്കിലും ഞാൻ അനുസരിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുവാണ്, ആ മാവ് കുറയത്തില്ല, എണ്ണയും കുറയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉത്തരം വരുമോ എന്നോർത്ത് ഞാൻ വ്യാകുലപ്പെടണ്ട. എന്റെ ദൈവം ഉത്തരത്തിന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ കാണുന്ന ആ ഒരുപക്ഷെ അത് മനസ്സിലായി കാണത്തില്ല, പക്ഷെ ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. കാണുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പോകുന്ന നിമിഷം, പക്ഷെ അനുസരിച്ച് ഏലിയാവിനെ സംബന്ധിച്ച് അത് അത്ഭുതത്തിന്റെ നിമിഷം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഈ ദൈവവചനത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനൊരു ദൂതുണ്ട്. ദൂതെന്താണെന്നറിയാമോ? നിങ്ങൾ ചിന്തിക്കുന്ന അടഞ്ഞുപോയ നിമിഷങ്ങൾ അത്ഭുത നിമിഷങ്ങളായി മാറുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഏലിയാവിനെ രണ്ടാമത് ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ ഇരുന്നിടത്ത് നിറവോടെ ദൈവം കരുതുന്നത് കണ്ടെങ്കിൽ, സാറാഫാത്തിൽ ദൈവം പഠിപ്പിക്കുകയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നെ ഞാൻ കരുതും. പലപ്പോഴും നമ്മുടെ അകത്ത് നമ്മുടെ ഒരു ഭയമുണ്ട്,
നീ ഇന്നലകളിൽ വഴി തുറന്നപ്പോ ഞാൻ എല്ലാം ചെയ്തല്ലോ, പക്ഷെ ഈ വഴികൾ അടഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും? പക്ഷെ എവിടെയാണ് അപ്പച്ചൻ പറയുന്നത്, കുഞ്ഞ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് നിന്റെ ആവശ്യത്തിന്റെ മധ്യേ ഞാൻ നിന്നെ നടത്തുവാൻ, ഞാൻ നിന്നെ പോറ്റുവാൻ, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്നും എനിക്ക് ബലമുണ്ട്. ഈ ബോധ്യത്തോടെ വേണം നമ്മൾ ഈ ദൈവത്തിന്റെ വചനം ഒന്ന് ധ്യാനിക്കുവാൻ. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സാധ്യതകളില്ല എന്ന് തോന്നിയാലും ഈ വചനം നമ്മളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, നമ്മൾ ചിലവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ വചനം അടുത്തോട്ട് ഇറങ്ങുവാൻ ചിലപ്പോ ബുദ്ധിമുട്ട് നിങ്ങൾ തോന്നിയെന്ന് വരാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആത്മാവ് എന്നിലൊന്ന് ഇടപെടണം, ആത്മാവ് ഒന്ന് ആഴത്തിൽ ഇറങ്ങണം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ വചനം ചുറ്റുകയാണ്. കാരണം ചില സമയത്ത് നമ്മൾ പലതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. കാരണം പലത് കണ്ടു കഴിയുമ്പോൾ ഇനി നടക്കുമോ എന്ന ചിന്ത നമ്മളെ ഭാരപ്പെടുത്തും. ഞാനിത് നിങ്ങളോട് പറയട്ടെ, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ കൂടെ പോലും നമ്മൾ വായിച്ചത് ഈ വചനത്തിന് ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങളുണ്ട്. മറ്റെന്തിനേക്കാൾ ഈ തിരുവചനത്തിന് പറ്റും. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, പിതാവേ എന്റെ സാഹചര്യങ്ങൾ എന്റെ മനസ്സിനെ കടുപ്പിക്കുകയല്ല, എന്റെ സാഹചര്യങ്ങൾ എന്നെ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇതുപോലെ എലിയാവിനെ കുറിച്ച് പഠിച്ചു താഴോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഏലിയാവ് വലിയ തീയൊക്കെ ഇറക്കിയ പ്രവാചകനാണ്. അപ്പൊ താൻ അത്ഭുതങ്ങൾ കണ്ടു, തീ ഇറക്കുന്നത് കണ്ടു. ഇതൊക്കെ കണ്ടിട്ടും ഒരു സമയത്ത് ഏലിയാവിന്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. ഏലിയാവ് പറഞ്ഞു, ദൈവമേ മതി. ഇത് എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലത്തെയും ഇന്നത്തെയും അത്ഭുതങ്ങൾ കൊണ്ട് ജീവിതയാത്രയ്ക്കകത്ത് ജീവനൈരാശ്യം വരുത്തില്ലെന്ന് തോന്നരുത്. നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴും പറ്റിയിരിക്കുമ്പോഴും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിലതിൽ കൂടെ കടന്നു പോകും. പക്ഷെ ഇത് നമ്മൾ ഒരുമിച്ച് വചനം ധ്യാനിക്കുമ്പോൾ അതിന്റെ നടുവിലും കരുതുന്ന ഒരു ദൈവത്തിന്റെ കാര്യം അത് നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിച്ച് അതെന്നെ ഒന്ന് ബലപ്പെടുത്തണം, അതെനിക്കൊരു പുതിയ ദർശനം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഏലിയാവിന്റെ ജീവിതത്തിൽ ജീവനൈരാശ്യം വരുവാനുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. 1 രാജാക്കന്മാർ 19 അതിന്റെ 2-ാമത്തെ വാക്യം. ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഒന്നാമത്തെ കാര്യം, തന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചതിന്റെ കാരണം ഇസബേൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ നശിപ്പിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അകത്തും ജീവനൈരാശ്യം വരുന്നതിന്റെ ഒരു കാരണം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന പല കാര്യങ്ങൾ. അതൊരു പക്ഷെ എന്റെ ജീവിതത്തെ കുറിച്ചായിരിക്കാം, നമ്മുടെ ജീവിതത്തെ കുറിച്ചായിരിക്കാം, നമ്മുടെ ജോലിയെ കുറിച്ചായിരിക്കാം, ആരോഗ്യത്തെ കുറിച്ചായിരിക്കാം. അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാരം കൊണ്ടുവരും. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ 12 പേരെ തെരഞ്ഞെടുക്കുക, എന്നിട്ട് അവർ പോയി ഉറ്റു നോക്കിയിട്ട് വരട്ടെ. ഈ 12 പേര് ഉറ്റു നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ നമുക്ക് ആ ദേശത്ത് പോകാൻ പറ്റത്തില്ല. പറഞ്ഞ പോലെ വാഗ്ദത്തമുണ്ട്, ദൈവം പറഞ്ഞതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അതിനെ കീഴടക്കുവാനുള്ള ബലമില്ല. ദൈവത്തിന്റെ വചനം വായിച്ചാൽ വചനം ഇങ്ങനെ പറയുന്നത്, ദൈവം ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ അവിശ്വാസത്തെ ദൈവം ശ്രദ്ധിച്ചു. വചനം ഇങ്ങനെ പറഞ്ഞു, എന്നാൽ അതിന്റെ നടുവിൽ കാലേബ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തനിക്ക് മറ്റൊരാത്മാവ്, എന്താ മറ്റൊരാത്മാവ്? ഈ ഇരിക്കുന്നവരുടെ പോലത്തെ ഒരു ആത്മാവല്ല, ഒരു വ്യത്യസ്തമായ ആത്മാവ്. എന്താണ് കാലേബ് പറഞ്ഞത്? കാലേബ് പറഞ്ഞു, യഹോവ നമ്മളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ദേശം കീഴടക്കും. ഒരു ഉദാഹരണം പറയാം, എന്താ ഈ കാലേബ് പറഞ്ഞതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ലൂലു പോകുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ലൂലു പോകാൻ നേരം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നതെല്ലാം വെറുക്കും, അല്ലേ? എടുത്ത് വണ്ടിക്കകത്തോട്ടിടും. അപ്പൊ വണ്ടിക്കകത്തിടുമ്പം
നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നമ്മളോട് കാശ് ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, എടുത്തോട്ടെ എന്നാ ചോദിക്കുന്നത്, അല്ലെ? ആ എടുത്തോട്ടെ എന്ന ചോദ്യം അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമാണെങ്കിൽ എടുക്കാം, അല്ലെ? കാലേബും ഇതാ പറഞ്ഞത്, യഹോവ പ്രസാദിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ കാലേബ് പറഞ്ഞത്, ഞാൻ സേവിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല, എന്റെ ദൈവത്താൽ സർവ്വതും സാധ്യമാണ്. എങ്കിലും എന്റെ ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മൾ ഇതിനെ കീഴടക്കിയിരിക്കും. ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞതുപോലെ, ഈ ദൈവത്തെ ഞങ്ങൾ അറിയുന്നു, എന്റെ നാഥൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും മക്കളെ ഈ ഒരു തീരുമാനത്തിൽ വേണം ഞാനും നിങ്ങളും ജീവിക്കുവാൻ. ആത്മീയനെങ്കിൽ നമ്മൾ പലതും കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ ഇതെന്നെ നശിപ്പിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ കാര്യം? എന്നിൽ ദൈവം വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ ഞാൻ ഒന്നറിയുന്നു, നാഥാ, അങ്ങ് പ്രസാദിക്കുന്നുവെങ്കിൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. ഇന്ന് ആ പ്രാർത്ഥനയോട് നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവത്തിന്റെ ഹൃദയം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ വിഷയത്തിനപ്പുറമായി ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ഒന്ന് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒന്ന് താൻ കേട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, താൻ ഭയപ്പെട്ടു. അപ്പൊ താൻ കേട്ടത് തനിക്ക് എന്ത് പറ്റി? ഭയമായി. ഈ ഭയം വരുമ്പോഴും നമുക്ക് ജീവനൈരാശ്യം വരും. കാരണം ഇതൊരു ഇമോഷനാണ്, എല്ലാ മനുഷ്യർക്കും ഇതുണ്ടാകും. അപ്പൊ ഇതിന്റെ നടുവിൽ നമുക്കിത് ജയിച്ചേ മതിയാവത്തുള്ളൂ. സാധാരണഗതിയിൽ ആത്മീയരായിരിക്കുന്ന നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും, ദൈവം ചെയ്യും. അങ്ങനെ കുറെ പ്രാവശ്യം വിശ്വസിച്ചിട്ട് നടക്കാതെ വരുമ്പം പിന്നെ നമുക്ക് നിരാശ വരും, അല്ലെ? അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരു വിശ്വാസം കുറഞ്ഞു പോയോ, അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മൾ പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ഫോൺ വിളിക്കും, ഏതോ പ്രശ്നം. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എഫേസ്യർ 2:ന്റെ അകത്ത് പറയുന്നത്, ഞാനും നിങ്ങളും പാപത്തിൽ മരിച്ചവരെ, എന്നാൽ എന്നെയും നിങ്ങളെയും ഈ നാഥൻ ഉയർത്തി. എന്നിട്ട് നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ ഇതുപോലെ ദൈവവചനം വായിക്കുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, ദാവീദും ഗോലിയാത്തും. കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് എല്ലാവർക്കും ഈ കഥ അറിയാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇസ്രായേലും ശൗലും ഒരുപോലെ ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം ഒരു ദാവീദിനെ അയച്ചു. ഈ ദാവീദ് അവിടെ വരുമ്പോൾ ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തി, അല്ലേ? ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പാ, ഇത്രയും വലിയ ഒരാളെ വീഴ്ത്താൻ ഒരു കല്ല് എന്താന്ന് കൊടുത്തേ? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു, കുഞ്ഞേ, നീ നേരിട്ട് നോക്കുമ്പോൾ ഇതിന് വലിയ വലിപ്പമുണ്ട്. നീ പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിലോട്ട് കയറിയിട്ട് വലിപ്പം തോന്നിയതിന് നീ ഒന്നുകൂടെ നോക്കിയാൽ അത് ചെറുതായിരിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇനിയും നീ എന്നോട് പറ, ഒരു കല്ലിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും വേണം. എന്തായി പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അകത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന, പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന വലിപ്പമുള്ള മലകളെ നോക്കുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് ദൈവം ഇത് വലുതാണെന്നല്ല, പിതാവെ അങ്ങ് കാണുന്നത് പോലെ കാണുവാൻ ഒരു വെളിപ്പാട് ദൈവം ഇതെനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ മല നമ്മളെ ഭയപ്പെടുത്തുകയില്ല. മറിച്ച് നമ്മൾ പറയുന്നുണ്ട്, മലയെ നിനക്ക് ദൈവം കൽപ്പിക്കുമ്പോൾ മാറുക. ഇത് ദൈവത്തിന്റെ കൽപ്പനകൾ, ഇത് മാറി തുടങ്ങും. പക്ഷെ എന്നെ ഭയപ്പെടുത്താത്തതിന് കാരണം മലയേക്കാൾ വലിയവനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവം എനിക്ക് ചില വെളിപ്പാടുകൾ തരികയാണ്. ആ വെളിപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. അനേകർ നശിച്ചു പോകുന്നത് അവർക്ക് ഈ വെളിപ്പാടില്ല. നമ്മൾ ഈ ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കാതെ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനകൾ വരും. നമ്മളൊപ്പം പലരെയും തപ്പിപ്പോകും.
അപ്പൊ അവര് പലതും നമ്മളോട് പറയും. അവിടെയാണ് നമ്മൾ ആത്മീയതയിൽ നിന്ന് പോലും മാറിപ്പോകുന്നത്. എന്നൂടെ കെറ്റി പറഞ്ഞാൽ, ഞാൻ സാധാരണ പറയുന്നത് പോലെ, ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മീയന്മാരാകണമെന്നാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ, ദൈവിക വെളിപ്പാടുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസികളായി മാറും. എന്നൊരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം 3 മണിക്കും 4 മണിക്കൊക്കെ പല ഇന്റർസെപ്ഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് പേടിയൊക്കെ വരും. അപ്പൊ പേടി വരുമ്പം 91-ാം സങ്കീർത്തനം നമ്മളൊരു 1-2 പ്രാവശ്യം വെച്ച് വായിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ 91-ാം സങ്കീർത്തനം വായിക്കുമ്പം അത് നമുക്കൊരു ബലം ഇല്ലേ? പക്ഷെ നിങ്ങള് എന്റെ വീട്ടിൽ വരാൻ നേരം എന്റെ അകത്ത് പേടിയുള്ളത് കൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 91-ാം സങ്കീർത്തനം വായിക്കുമെന്ന് തീരുമാനിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ എന്നെ വന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ 91-ാം സങ്കീർത്തനം വായിക്കുന്ന കണ്ടാൽ നിങ്ങൾ പറയും, ഭയങ്കര ആത്മീയനാണ്. ഈ ആത്മീയതയുടെ കാരണം പേടിയാണ്. അത് ശരിക്കും ആത്മീയതയല്ല, അത് അന്ധവിശ്വാസം. ഞാൻ പറയാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഇങ്ങനെ നമ്മൾ പലതും ചെയ്യാറുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ആത്മീയതയുടെ വേഷമുണ്ട്, പക്ഷെ ശക്തി. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആത്മീയതയുടെ വേഷം പോലെ എനിക്ക് ശക്തി വേണം. ഈ ശക്തി വേണമെങ്കിൽ എന്റെ ദൈവത്തെ എനിക്കൊന്ന് അറിയണം. ഈ ശക്തി വേണമെങ്കിൽ എനിക്ക് ഈ വെളിപ്പാടിൽ നടക്കണം. ഇത് നമുക്ക് ദൈവസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പാ, ചില വെളിപ്പാടുകളുമായി ഇതിനകത്തുനിന്ന് പോകാൻ എന്നെ സഹായിക്കണം. എന്റെ മുന്നിൽ ചില മലകളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അത് പ്രാപിക്കുവാൻ അവിടെ തന്നെ സഹായിക്കണം. 1 രാജാക്കന്മാർ 19-4 വാക്യം നമുക്ക് വായിക്കാം. ഒരു ദിവസത്തെ താനോ മരുഭൂമിയിൽ, ഒരു ദിവസത്തെ വഴികളും ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ 3-ാമത്തെ കാര്യം നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ഏലിയാവിന്റെ കൂടെ ഒരു ബാലനുണ്ട്. ഈ ബാലനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് പോയി ചൂരച്ചെടിയുടെ അവിടെ ഇരിക്കുക. അവിടെയാണ് താൻ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ 3-ാമത്തെ വീഴ്ച, നമുക്ക് വിഷമങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ പോയി ഒറ്റയ്ക്കിരിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ വീണുപോകും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമുക്ക് ഒരു ആത്മീയ കൂട്ടായ്മ തന്നിട്ടുണ്ട്. നമുക്ക് സഹോദരന്മാരെയും സഹോദരിമാരെയും തന്നിട്ടുണ്ട്. അവരോടൊപ്പം നമ്മുടെ വിഷയങ്ങൾ പങ്കിട്ട് പ്രാർത്ഥിച്ചു ജയിക്കുവാൻ നമ്മൾ പഠിക്കണം. ആത്മീയത എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നതല്ല. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. പലപ്പോഴും സഭയ്ക്കകത്ത് അതൊരു വിഷയം തന്നെയാണ്. കാരണം ഞാൻ എന്റെ വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അത് പിന്നെ 10 പേര് അറിയുമെന്നുള്ളൊരു പേടി എന്റെ അകത്ത്. അത് പലപ്പോഴും നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പലരോടും പറയാൻ ഇത് സഭയ്ക്കകത്ത് ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അന്യോന്യം പറഞ്ഞ് അതിനെ ജയിക്കുമെന്നോ. അതിന്റെ നടുവിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എങ്കിൽ ദൈവം അത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ കാണിച്ചു തരുകയാണെടാ, നീ എഴുന്നേൽക്കുന്ന ദിവസം ഇതുപോലെ നിന്നെ പോലെ മുറിഞ്ഞുപോയി വേദനിച്ചവരെ നീ കൂടെ പിടിക്കണം. എന്നിട്ട് നീ മറ്റുള്ളവരോട് പറയാതെ നീ മാതൃകയോടെ ജീവിച്ചു കാണിക്കണം. കാണുന്നുണ്ടോ? നമ്മുടെ അകത്ത് വേദന വരുമ്പം നമ്മൾ മാറി നടക്കുകയല്ല, എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ അതുപോലെ ജീവിച്ച് കാണിക്കണം. അങ്ങനെയല്ലേ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളെ എങ്ങനെ മറ്റുള്ളവർ മാനിക്കണമെന്നോ അതുപോലെ അവരോട് ചെയ്ത് കാണിക്കണം എന്നാണ് വചനം പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ വേദനയ്ക്കകത്ത് ആ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്നതാണ് ശരിയായ ആത്മീയത. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മൾ പലപ്പോഴും പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജീവിച്ചേനെ. പക്ഷെ ദൈവം പറയുന്നത്, കുഞ്ഞെ, നീ ശരിയായി ജീവിക്കുന്നത് ആ വേദനയ്ക്കകത്തൂടെ പോകുമ്പോഴാണ്. ഇവിടെ ഇരിക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആരംഭകാലങ്ങളിൽ പലപ്പോഴും കാശില്ലാതിരുന്ന സമയങ്ങളുണ്ട്. അപ്പം ആരെങ്കിലും ഒക്കെ കൊണ്ടത് കൈ തരുമ്പോൾ ദൈവമേ നന്ദി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് പലർക്കും കൊടുക്കാൻ പറ്റുന്നത്. ആ വേദനയിൽ കൂടെ നിങ്ങൾ കടന്നുപോയില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ആ
ആ വിഷമം നിങ്ങളകത്ത് വരത്തില്ലായിരുന്നു. മറ്റൊരർത്ഥത്തിൽ എന്നെ ദൈവം ചിലതിൽ കൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചിലവരെ കൂടെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഒന്ന് ഒരുക്കി എടുക്കുകയാണ്. ഇതിനെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കി എടുക്കുകയാണ്. അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പം അടുത്ത ഏലിയാവ് പറയുന്നത്, എന്റെ പിതാവിനേക്കാൾ അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ ഗ്രഹത്തെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല ഞാൻ. നമുക്ക് ഈ ജീവനൈരാശ്യം വരുമ്പം, വിഷമം വരുമ്പം നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തോ സംസാരിക്കുന്നത്. അതിപ്പോ ഏലിയാവായാലും മോശയായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് വലിയ ആത്മീയത ഒന്നുമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ ആത്മീയനായതുകൊണ്ട് പറയുന്നതെല്ലാം ആത്മീയ കാര്യം മാത്രമായിരിക്കും. അല്ല, ദൈവവചനം പറയുന്നത് ചില സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഭാരം വന്നാൽ, വിഷമം വന്നാൽ, സങ്കടം വന്നാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഓ എൻ്റെ പിതാവിൻ്റെ അത്രയൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പ്രാർത്ഥനക്കാരനൊന്നും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ആസാഫ് എന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത്, ആസാഫ് തന്റെ ചുറ്റുമുള്ള ദുഷ്ടന്മാരെ കണ്ടപ്പോൾ താനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ദൈവമേ, ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഇവർ നാൾക്ക് നാൾ അവർ ബലം പ്രാപിക്കും, നാൾക്ക് നാൾ അവർക്ക് സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ആസാഫ് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കണ്ടപ്പോ എന്റെ ഹൃദയം വേദനിച്ചൊരു സമയമായപ്പോൾ തെന്നിപ്പോയി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം. 73 അതിന്റെ 13-17. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? സഭ പറയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, എന്തോ പറഞ്ഞിരുന്നെങ്കിൽ ഈ ദൈവത്തിനോട് നടക്കുന്നത് വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല, എന്റെ തലമുറയോട് ഞാൻ വലിയ തെറ്റ് ചെയ്തെങ്കിൽ. ഇതിനർത്ഥം ഞാൻ ദൈവസന്നിധിയിൽ എന്റെ വിഷമം അറിയിക്കരുത് എന്നല്ല പറഞ്ഞത്, പകരം ഞാനിത് പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നായി പറഞ്ഞത്. നമ്മുടെ അകത്ത് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പറയേണ്ടത് ദൈവസന്നിധിയിലാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആസാഫ് എങ്ങോട്ട് പോയി? ദൈവസന്നിധിയിലോട്ട് പോയി. ആ ദൈവസന്നിധിയിലാണ് എന്റെ ഈ പെറുപെറുപ്പിനുള്ള ഉത്തരം ഇരിക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുകയല്ല, നമ്മൾ ഓടി ദൈവസന്നിധിയിലോട്ട് വരണം. അവിടെയാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനുള്ള സ്ഥലം. നമ്മൾ ഈ ദൈവശബ്ദം കേൾക്കേണ്ട സ്ഥലത്ത് വന്നില്ല എങ്കിൽ നമ്മുടെ അകത്ത് ഓൾറെഡി നമ്മൾ പറയുന്ന പലതും പിന്നെയും നമ്മൾ പറഞ്ഞു തുടങ്ങും. ഇതിങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ പെറുപെറുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അതിന്റെ അവസാനത്തെ വാക്യം, 28-ാമത്തെ വാക്യം, ആസാഫിന് വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോ ആസാഫ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്. നമ്മളൊരു നിമിഷം ആസാഫിനോട് ചോദിക്കണം, ആസാഫെ, നീ ആലയത്തിൽ വരുമ്പോ നീ കണ്ട കാഴ്ചപ്പാടും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ദുഷ്ടന്മാർ വീണുപോയോ? ഇല്ല. സാഹചര്യം മാറിയോ? ഇല്ല. ആ സമയം നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടോ? ഇല്ല. പിന്നെന്താണ് ഈ വ്യത്യാസം? ആസാഫ് പറയും, എനിക്കൊരു വെളിപ്പാട് കിട്ടി. ഒരു ആത്മീയ ജീവിതത്തിന്റെ അകത്ത് അവനെ നിലനിർത്തുന്നത് സാഹചര്യത്തിന്റെ വ്യത്യാസമോ അവന്റെ വേദന മാറുന്നതോ ഒന്നുമല്ല. ദൈവസന്നിധിയിൽ നിന്ന് അവനൊരു വെളിപ്പാട് പ്രാപിച്ചാൽ അവന്റെ അകം ബലപ്പെടും. അവന് മനസ്സിലാകും, എന്റെ ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞു, എന്റെ വിഷയത്തോട് ദൈവം ഇടപെട്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഈ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കും, ദൈവം ചലിക്കും, ദൈവം കാണുന്നുണ്ട്, ദൈവത്തിന്റെ കരം ഇതിന്റെ മേൽ വരും എന്ന ബോധ്യമാണ് ഒരു ആത്മീയനെ ആത്മീയനാക്കി മാറ്റുന്നത്.
നീ ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പിതാവേ, എന്റെ ഹൃദയം ഭാരപ്പെടും, ഓടി അങ്ങയുടെ സന്നിധിയിലോട്ട് വരുവാൻ അവിടെ എനിക്ക് സഹായം തരണം. ദൈവസന്നിധിയിൽ നിന്ന് മാറുകയല്ല, ദൈവത്തോട് അടുക്കുവാനുള്ള കൃപ എനിക്ക് തരണം. അടുത്തത് 1 രാജാക്കന്മാർ 19:9-10 വാക്യം. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുള്ള വിഷമങ്ങൾ, ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഈ ചിന്തിക്കുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ കാണുന്നത് എലിയാവ് പറയുകയാണ്, അവര് ഞാൻ മാത്രമേ ആത്മീയ. പക്ഷെ അങ്ങേക്ക് അറിയത്തില്ലേ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്? പക്ഷെ അങ്ങേക്ക് അറിയത്തില്ലേ യാഗപീഠത്തെ ഞാൻ പണിതത്? ചിലപ്പോൾ നമ്മളും ഇങ്ങനെയാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ ദൈവത്തിനോട്, ദൈവമേ ഞാൻ ഉപവസിക്കുന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞിടയ്ക്കും കൂടെ 21 ഉപവസിച്ചതേ ഉള്ളൂ, അപ്പൊ സഭയ്ക്കകത്ത് തന്നെ ഞാൻ തന്നില്ലേ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ, പിന്നെന്താ ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിച്ചു? എലിയാവ് ചോദിച്ചത് അതാണ്. എന്നതാ പറഞ്ഞേ, നമ്മൾ ഈ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴുള്ള ഒരു ഗുണം, നമ്മുടെ ഹൃദയത്തിലെ ചോദ്യങ്ങൾക്ക് ദൈവം ഉറക്കെ സംസാരിക്കും. അതാണ് ദൈവത്തിന്റെ ആ കൃപ എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഉറക്കം സംസാരിക്കുവാണ് നമ്മുടെ ഹൃദയത്തിലെ ചോദ്യങ്ങളോട്. അവിടെ ഈ പരിശുദ്ധാത്മാവ് പറയുന്ന ഉത്തരം കൂടെ നമുക്ക് വായിക്കാം. 1 Corinthians 10:10-13 വരെയുള്ള വാക്യങ്ങൾ. അവരിൽ ചിലർ മുറിവുറുത്തു, സംഹാരിയാൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ മുറിവുറുക്കുകയുമരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണോ? നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, നമ്മൾ പെറുപെറുക്കാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെ നമ്മൾ സൂക്ഷിക്കും? നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് വരണം. 2, നമ്മുടെ അകത്ത് ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ സർവ്വതും ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വെളിപ്പാട് പോരാ. അവിടെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ 21 ദിവസം ഉപവസിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വചനം പറയാണ് അത് തെറ്റാണ്. കാരണം എന്റെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ തളർന്നു പോകും. ദൈവത്തിലെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും ഒന്നുമല്ല ഈ വന്ന വഴി അത്രയും നമ്മളെ നടത്തിയത്. തുറന്ന ഒരു വാതിലും ഒരു അത്ഭുതവും ഞാൻ കണ്ടത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. എന്റെ ദൈവം എനിക്ക് കൃപ തന്നു ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ. ഇതെന്നോടും നിങ്ങളോട് പറയുന്ന ദൂതെന്താണെന്ന് അറിയാമോ? എടാ കുഞ്ഞെ, നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നീ എനിക്ക് മകനാണ്, ഞാൻ നിനക്ക് പിതാവാണ്, ഞാൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. നിശ്ചയമായിട്ട് നമുക്ക് അടുത്തൊരു ചോദ്യമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് ഉപവസിക്കണ്ടേ? മക്കളെ, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. എന്തിന്? എന്റെ ദൈവത്തെ അറിയേണ്ടത്. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. എന്തിനാ ഞാൻ ദൈവവചനം ധ്യാനിക്കുന്നത്? ഈ വചനത്തിൽ കൂടെ എനിക്ക് ദൈവത്തെ അറിയണം. എന്തിനാ ഞാൻ ഉപവസിക്കുന്നത്? ഈ ലോകം വിട്ട് സർവ്വതും വിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക
പ്രാർത്ഥിക്കുകയാണ് ഒരു ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ. അല്ലാതെ ഈ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒന്നും എന്നെ നിലനിർത്തുവാനുള്ളതല്ല. അങ്ങനെ അതെന്നെ നിലനിർത്തുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറയും. അതുകൊണ്ടാണ് ചിലവരിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ പള്ളിയിൽ വരുന്ന തീക്ഷണത നിൽക്കും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര തീക്ഷണതയായിരുന്നു. ഇപ്പൊ അത്ര തീക്ഷണതയില്ല. എന്തുപറ്റി? പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഇതിന്റെ വചനം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, എന്റെ ദൈവം എനിക്ക് പറ്റുന്നതിനപ്പുറത്തൊരു പരീക്ഷ അനുവദിക്കത്തില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ദൈവം ഒരു വാതിൽ എനിക്ക് തുറന്നിട്ട് തരും. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു പരീക്ഷയുടെ നടുവിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ എന്റെ ദൈവം ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ അതിൽ കൂടെ ഇറങ്ങി വരും. നമ്മൾ കടന്നു പോകുന്ന ഒരു വിഷയവും അത് നമ്മെ നശിപ്പിക്കത്തില്ല. നമ്മൾ കടന്നു പോകുന്ന എല്ലാ വിഷയത്തിന്റെയും എൻഡ് പോയിന്റിൽ ദൈവം നമുക്ക് വേണ്ടി നിൽപ്പുണ്ട്. ആ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഏലിയാവിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിയ പലവിധമായ ചിന്തകളാണ്. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്നും നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തത് ദൈവം എങ്ങനെയാണ് ഏലിയാവിനെ ആശ്വസിപ്പിച്ചതെന്ന് വേഗം നമുക്ക് നോക്കാം. 1 രാജാക്കന്മാർ 19:5-6 വാക്യം. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ, നമ്മൾ ഇതുവരെയും ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലായി ഏലിയാവ് ഒരു വലിയ വിഷമത്തിൽ കൂടെ പോകുക. അപ്പൊ ഞാനായിരുന്നു ഏലിയാവിന്റെ കൂട്ടുകാരനെങ്കിൽ ഞാൻ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ അപ്പൊ നമുക്ക് പ്രാർത്ഥന നടക്കുന്നുണ്ടോ, പ്രാർത്ഥനയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ എന്റെ ദൈവം ഏലിയാവിന്റെ അടുത്ത് വന്നപ്പോ അവൻ ആ സമയത്ത് ആവശ്യം ഭക്ഷണമാണ്, അത് അവനെ കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരർത്ഥത്തിൽ ഞാനും നിങ്ങളും ചില വിഷമഘട്ടങ്ങളിൽ പോകുമ്പോൾ ദൈവം ചില ദൂതന്മാരെ അയക്കും. ആ ദൂതന്മാർ നമ്മുടെ അടുത്ത് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. പക്ഷെ അതിനോട് നമ്മൾ പ്രതികരിക്കുവാൻ തുടങ്ങിയാൽ അത് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങും. പലപ്പോഴും പല ദൂതന്മാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ദൈവം ആശ്വസിപ്പിക്കത്തില്ല. കാരണം എന്റെ ദൈവം എനിക്ക് ഉത്തരം തരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച തരത്തിലല്ല ഉത്തരം. ദൈവം തുറക്കാൻ പോകുന്ന വഴിക്കൊത്തവണമാണ് ഉത്തരം. ഒന്നുകൂടെ ഒന്ന് കയറ്റി പറയാം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും വിഷമത്തിൽ ഇരിക്കുക, ഇന്ന് സഭായോഗത്തിന് വരുന്നില്ല എന്ന് ഉറപ്പിച്ച് വീട്ടിലിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന് വരുന്നുണ്ടോ? ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഞാൻ ആ വഴിയാ പോകുന്നേ, എന്നോട് പോലെ. അതൊരു ദൂതന. നീ വീട്ടിനകത്തിരുന്നാൽ നിന്റെ ഹൃദയം ഭാരപ്പെടും, വിഷമം കൂടും. ഇത് തിരിച്ചറിഞ്ഞ ദൈവം ഒരു ദൂതനെ വിടുകയാണ്. നമ്മൾ അതിനോട് പ്രതികരിക്കണം. മനസ്സ് തോന്നിയാലും ഇല്ലെങ്കിലും അതിനോട് പ്രതികരിക്കണം. അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയണം, അപ്പാ ഞാൻ വരുന്നു. കാരണം അന്ന് നീ അകത്ത് കയറിയാൽ നിനക്ക് വേണ്ടി ദൈവം ചിലത് കരുതും. ഹല്ലേലൂയ. ഇന്ന് ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില ദൂതന്മാരെ നമ്മുടെ അടുത്ത് വിടുന്നുണ്ട്. അത് വിശ്വാസികളാകണമെന്നൊന്നും നിങ്ങൾ ബലം പിടിക്കരുത്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനോട് നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടുവാൻ തുടങ്ങും. രണ്ടാമത്തേത്, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ഈ ദൂതൻ പിന്നെയും അപ്പം കൊടുത്തു. പുളി കഴിച്ചു, ഉറങ്ങി. പിന്നെയും അപ്പം കൊടുത്തിട്ട് പറഞ്ഞു, അതിന് കുറച്ച് ദൂരെ യാത്രയുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം വന്നത്, എന്റെ ദൈവം എന്റെ ബലഹീനതയിൽ, ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഏലിയാവിനോട് പറഞ്ഞാൽ, നീ അത്ഭുതം കണ്ടവനല്ലേ, നീ ഒരു പ്രവാചകനല്ലേ. എന്റെ അപ്പൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്റെ അപ്പൻ പറഞ്ഞു, കുഞ്ഞെ നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഇതിനെ കേൾക്കുന്നത് നിങ്ങൾ ഓരോ പേരോട് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഹൃദയം വേദനിച്ച് വിഷമിച്ച് ഇതിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഒന്നും തീർന്നിട്ടില്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്.
ഞാൻ നിന്നിൽ കൂടെ ചിലത് ചെയ്യാൻ പോവുകയാണ്. നീ എന്റെ ശബ്ദത്തോട് പ്രതികരിക്കണം. അടുത്തത് 1 രാത്രിക്കുള്ള 19-11-13 വരെയുള്ള വാക്യം. ആമേൻ. ആമേൻ. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ഒരു ആത്മീയനായ മനുഷ്യന് ദൈവത്തിന്റെ ശബ്ദമാണ് അവനെ ഉണർത്തുന്നത്. നമ്മളോട് വായിച്ചാൽ തീയ്, പുകയ, കാറ്റ് എന്തൊക്കെയാ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ ഇതിലൊന്നും ദൈവമില്ല. നമ്മളൊക്കെ പലപ്പോഴും വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നതിന് പകരം മറ്റു പലയിടത്തും നമ്മൾ പോകും. നമ്മളതിന് പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ തീയുണ്ടെന്ന്, അവിടെ വലിയ അത്ഭുതം നടക്കുന്നെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത്, കുഞ്ഞെ, നീ എന്റെ സന്നിധിയിൽ ഇരിക്കും. കാരണം നീ എന്റെ സന്നിധിയിൽ ഇരുന്നാൽ എന്റെ മൃദുസ്വരം നീ കേൾക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുവിന്റെ ആടാകണമെങ്കിൽ ഒന്നേ ഒരു കാര്യമേ ചെയ്യുവാനുള്ളൂ: ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്റെ നാഥൻ എന്റെ നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചെന്നും എന്റെ ഈ നാഥൻ ആ മരണത്തിൽ കൂടെ തന്റെ നീതി നമുക്ക് തന്നുവെന്നും ഇനിയും ഞാൻ ക്രിസ്തുവിന്റെ ജീവനിൽ ജീവിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലായി മാറും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നമുക്ക് ചെയ്യുവാൻ. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിച്ചാൽ മാത്രം മതി, നിങ്ങൾ മക്കളായി മാറും. അങ്ങനെ മക്കളായാൽ ആ ദിവസം മുതൽ എന്റെ നാഥന്റെ ഇമ്പമുള്ള സ്വരം, ഇമ്പമുള്ള ശബ്ദം ഞാൻ കേൾക്കുവാൻ തുടങ്ങും. സഭയ്ക്കകത്ത് അനേകർ തെറ്റിപ്പോകുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ വിഷമം, സങ്കടം വരുമ്പോൾ ദൈവം കത്തിക്കാത്ത തീയിന്റെ പുറയിൽ അനേകർ പോകുന്നുണ്ട്. ദൈവം പറയാത്ത പല കാറ്റിന്റെ പുറയിൽ പലർ പോകുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് തന്ന വെളിപ്പാട് എന്താണെന്ന് അറിയാമോ? കാറ്റു വീശി, പാറ പൊളിഞ്ഞ് എല്ലാം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, വെറുതെ വീശുന്ന കാറ്റല്ല, ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതിലൊന്നും ദൈവമില്ലായിരുന്നു. കാണുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെ അറിയുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ അടുത്തിരുന്ന ആ ഇമ്പസ്വരം കേട്ട് പരിചയപ്പെടുന്നവൻ അറിയാവുന്നത്, ചിലയിടത്ത് പോയി നിൽക്കുമ്പോൾ ഇവിടെ ദൈവമുണ്ടോ, ഇവിടെ ദൈവമില്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ്. ഇതിനെ കേൾക്കുന്ന ചിലവരോട് ഞാൻ വ്യക്തമായി പറയട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറി അവിടെയും ഇവിടെയും ഓടിപ്പോകരുതേ. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുമെങ്കിൽ ആ ഇമ്പ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ നാഥന്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, മറ്റൊരാത്മാവ് സഭയ്ക്കകത്തുണ്ട്. അത് തിരിച്ചറിയുവാൻ ഒരു ആത്മീയന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വചനം പറയുന്നത്, ഏലിയാവ് ഇമ്പസ്വരത്തോട് പ്രതികരിച്ചു. തീർന്നില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആ ഇമ്പസ്വരത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം തന്നോട് പറഞ്ഞു, ഏലിയാവേ, നിനക്കൊരു ദൂരയാത്ര മാത്രമല്ല, നീ ചിലവരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒരു പുതിയ ദർശനം ഏലിയാവിന് ദൈവം കൊടുത്തു. മരിക്കാനിരുന്ന മനുഷ്യനോട് ദൈവത്തിന്റെ സ്വരം അവൻ കേൾക്കുവാൻ സമയമെടുത്തപ്പോൾ ആ മനുഷ്യനെ ഒരു പുതിയ ദർശനം കൊണ്ട് ദൈവം നിറച്ചുവെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, തീർന്നെന്ന് വിചാരിക്കുന്നത് ദൈവം ഒരു പുതിയ ദർശനം തരുന്ന ഒരു ദിവസമാക്കി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം പറയുന്നത് പോലെ നീ 3 പേരെ അഭിഷേകം ചെയ്യും.
നമ്മളവിടെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിനക്ക് അഭിഷേകം മുന്നോട്ട് പോകുവാൻ മാത്രമല്ല, അടുത്തൊരു തലമുറയെ കൂടെ ഞാൻ ചേർത്ത് പിടിക്കുവാൻ നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. മറ്റൊരർത്ഥത്തിൽ ഇന്നത്തെ എന്റെ പ്രശ്നം ഇന്നത്തേക്ക് മാത്രമല്ല എന്നെ ബലപ്പെടുത്താൻ പോകുന്നത്, അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നു, മരിക്കാൻ പോയ ഏലിയാവിനെ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു. ഒരു ഭക്തന്റെ ജീവിതമാണ് കേട്ടോ. ആ ഭക്തന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ ജീവനൈരാശ്യം വരുമ്പോൾ തീർന്നു പോകുമെന്ന് വിചാരിച്ചെന്ന് വരാം. പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യൻ, അവന് പറയാനൊരു സാക്ഷ്യമുണ്ട്. എന്റെ ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, എന്നെ അങ്ങ് അറ്റത്തോളം നടത്തും. ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. വീണുപോയ ഏലിയാവിനെ എന്റെ ദൈവം മടക്കി കൊണ്ടുവന്നുവെങ്കിൽ ഇതെന്നെയും നിങ്ങളെ മടക്കി വരുത്തുന്ന ഒരു ദിവസമായി മാറട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ ഏലിയാവ് കയറിപ്പോയി. ആ പുതപ്പ് കിട്ടിയ ഏലിയാവ് താൻ മുന്നോട്ട് നടന്നപ്പോൾ തന്റെ മുന്നിൽ യോർദാൻ. തനെന്താ പറഞ്ഞെന്നറിയാമോ? ഏലിയാവിന്റെ ദൈവം എവിടെ? അതാണ് തലമുറ. ദൈവങ്ങളെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന വിഷയങ്ങളൊന്നും എന്നെ നശിപ്പിക്കുവാനല്ല, അടുത്തൊരു തലമുറയ്ക്ക് കാണുവാൻ വേണ്ടിയാണ്. എന്റെ മുന്നിൽ നിൽക്കുന്ന യോർദാനെ ഞാൻ എങ്ങനെ കീഴടക്കുമെന്ന് അവർ കാണുമ്പോൾ അവർ നമ്മളെ നോക്കി പറയും, എനിക്കൊരു പപ്പയുണ്ടായിരുന്നു, എനിക്കൊരു സഹോദരനെ അറിയാം, എനിക്കൊരു മമ്മി ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു ജയിക്കുന്ന ഞാൻ കണ്ടു. അതേ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവവചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും. എന്റെ പ്രാർത്ഥന ഇതാണ്, നമ്മുടെ മുന്നിലുള്ള യോർദാനെ ജയിക്കുവാൻ ദൈവം നമ്മുടെ മേൽ ഒരു പുതു അഭിഷേകം തരട്ടെ. ദൈവത്തിന്റെ കൃപയിൽ ഇതിനകത്ത് വ്യാപരിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു പുതു അഭിഷേകം, ഒരു പുതു ദർശനം, ഒരു പുതു ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും.